എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഒരു പേനയും പേപ്പറൊക്കെ കയ്യിൽ വെച്ചിട്ട് ഇരിക്കുക. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ നോക്കാൻ പോവുകയാണ്. നിങ്ങൾ 10th മെയിൻസിനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരപ്പെടും എന്നാണ് വിചാരിക്കുന്നത്. എല്ലാ ചോദ്യങ്ങളും പ്രീവിയസ്ലി ചോദിച്ച ചോദ്യങ്ങളാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 12 വശങ്ങളുള്ള ഒരു സമബഹുഭുജത്തിൻ്റെ ഒരു കോണിൻ്റെ അളവ് എത്ര? നമ്മുടെ ചോദ്യം 12 വശങ്ങളുള്ള ഒരു സമബഹുഭുജത്തിൻ്റെ ഒരു കോണിൻ്റെ അളവ് എത്ര? അപ്പോൾ നിങ്ങൾക്ക് ഒരു കോണിൻ്റെ എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആന്തരിക കോണാണ്. അത് ആന്തരിക കോണാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സമബഹുഭുജം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ബഹുഭുജം അല്ലേ. അപ്പോൾ അതിൽ പറയുന്നത് എന്താണ്? 12 വശങ്ങളാണുള്ളത്. അതിൻ്റെ ഒരു ആന്തരിക കോണിൻ്റെ അളവ്, അതായത് ഒരു കോണിൻ്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം, ആന്തരിക കോണിൻ്റെ അളവാണെന്ന് മനസ്സിലാക്കണം. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം ഇതിൽ അറിയേണ്ടത്, ബാഹ്യകോണുകളുടെ, അതായത് ഒരു സമബഹുഭുജത്തിൻ്റെ അതേതായാലും, ഇപ്പോൾ ഒരു സമചതുരായാലും സമപഞ്ചഭുജായാലും ഷഡ്ഭുജായാലും എന്തായാലും അതിൻ്റെ ബാഹ്യകോണുകളുടെ തുക എന്ന് പറയുന്നത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബഹുഭുജത്തിൻ്റെ, ഒരു സമബഹുഭുജത്തിൻ്റെ ബാഹ്യകോണുകളുടെ തുക എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. ഈ സാധനം നിങ്ങൾ അറിയുമെങ്കിൽ ഈ പ്രോബ്ലം സിമ്പിളായിട്ട് ചെയ്യാം. ഒരു സമബഹുഭുജത്തിൻ്റെ ബാഹ്യകോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ. എങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യാമെന്നറിയോ? 360 ÷ 12 വശങ്ങളെ കൊണ്ട് ഹരിക്കാം. നമ്മളെ മൊത്തം 360 എന്ത് ചെയ്യുക? വശങ്ങളുടെ എണ്ണമായ 12 കൊണ്ട് ഹരിക്കാം. അപ്പോൾ എത്ര കിട്ടും? 360 12 കൊണ്ട് ഹരിച്ചാൽ 30 എന്ന് കിട്ടും. 30 ഡിഗ്രി എന്ന് കിട്ടും. ഇത് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാഹ്യകോണിൻ്റെ അളവായിരിക്കും. ഒരു ബാഹ്യകോണിൻ്റെ അളവായിരിക്കും. ഇത് ഞാൻ ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് പറയുകയാണ്. ഒരു ബാഹ്യകോണിൻ്റെ അളവായിരിക്കും എന്ത്? ഈ 30 ഡിഗ്രി എന്ന് പറയുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കുന്ന ബാഹ്യകോണിൻ്റെ അളവ്? 360 എപ്പോഴും 360 തന്നെ കേട്ടോ. അത് 360 ÷ 12 വശം കൊണ്ട് ഹരിച്ചു. അപ്പോൾ കിട്ടിയ 30 അതൊരു ബാഹ്യകോണിൻ്റെ അളവായിരിക്കും. നിങ്ങൾക്ക് അറിയുന്ന വേറൊരു കാര്യമുണ്ട്. എന്ത്? ഒരു ബാഹ്യകോണും ഒരു ആന്തരിക കോണും. ഒരു ബാഹ്യകോണും ആന്തരിക കോണും ഉണ്ടെങ്കിൽ ഈ സാധനം എങ്ങനെയായിരിക്കും? ഇത് ബാഹ്യകോണാണെന്നുണ്ടെങ്കിൽ ഇത് ആന്തരിക കോണായിരിക്കും. അല്ലെങ്കിൽ ഇത് ഓക്കെ, മനസ്സിലായില്ലേ? ഇത് ബാഹ്യകോണാണെന്നുണ്ടെങ്കിൽ ഇത് ആന്തരിക കോണായിരിക്കും. അതായത് ഇതിൻ്റെ മൊത്തം എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അല്ല എങ്കിൽ എങ്ങനെ പറയാം? ബാഹ്യകോണ് പ്ലസ് ആന്തരിക കോൺ. ആന്തരിക കോൺ എന്ന് പറയുന്നത് എന്താണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേണ്ടത് എന്താ? ആന്തരിക കോണാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 180 നിന്ന് ഇപ്പോൾ ഈ കണ്ടുപിടിച്ച ബാഹ്യകോണിൻ്റെ അളവ് 30 ഡിഗ്രി അത് കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 180 - 30 എത്ര കിട്ടുക? 150 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഉത്തരം 150 ഡിഗ്രി ആണ്. ഇതിൻ്റെ ഉത്തരം 150 ഡിഗ്രിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കൺഫ്യൂഷനൊന്നും വേണ്ടാതെ ഞാൻ പറയുന്നത് എങ്ങനെ ചെയ്യേണ്ടതാണ്. ഈ സെയിം സാധനം തന്നെ ഇത്രയും വലിച്ചു നീട്ടി പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നു വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? വളരെ സിമ്പിളായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് മാത്രം ഞാൻ പറയാം. നമ്മളോട് ചോദ്യം 12 വശങ്ങളുള്ള ഒരു സമഭുജത്തിൻ്റെ ഒരു കോണിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യാം? 360 12 കൊണ്ട് ഹരിക്കാം. 360 12 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 30 ഡിഗ്രി എന്ന് കിട്ടി. ഇത് എന്ന് പറയുന്നത് ബാഹ്യകോണിൻ്റെ അളവാണ്. എന്താണിത്? ബാഹ്യ കോൺ. ഇതാണ് ഒരു ബാഹ്യകോണിൻ്റെ അളവ് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുക? 180 നിന്ന് ഈ 30 കുറയ്ക്കുന്നു. എത്ര കിട്ടി? 150. നമ്മൾ 360 വശം കൊണ്ട് ഹരിച്ചാൽ 360 വശം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ബാഹ്യ കോണിൻ്റെ അളവ് കിട്ടും. 180 നിന്ന് ഈ ബാഹ്യകോണിൻ്റെ അളവ് കുറച്ചാൽ, ബാഹ്യകോൺ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആന്തരിക കോണ് കിട്ടും. ആന്തരിക കോണ് കിട്ടും. ആന്തരികം എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളത് കേട്ടോ. ആന്തരിക കോണ് കിട്ടും. അപ്പോൾ ഇത് രണ്ടും ഓർത്താൽ പോരെ? ഇതൊരു 2 സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി. സിമ്പിൾ അല്ലേ? നമ്മുടെ ഉത്തരം 150 ഡിഗ്രി. അടുത്ത ചോദ്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദേ ചോദ്യം, 6 വശങ്ങളുള്ള ഒരു സമബഹുഭുജത്തിൻ്റെ ഒരു കോണിൻ്റെ അളവ് എത്ര? എന്ത് ചെയ്യും? 360 / 6 ചെയ്തു. എത്ര കിട്ടി? 60 ഡിഗ്രി എന്ന് കിട്ടി.
60 ഡിഗ്രി എന്താ ബാഹ്യകോണ. നമ്മൾ എന്ത് ചെയ്യും? 180 നിന്ന് 60 ഡിഗ്രി കുറയ്ക്കും. അപ്പോൾ എത്ര കിട്ടി? 120 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ആന്തരിക കോണിൻ്റെ അളവ് എത്രയാ? 120 ഡിഗ്രി. ഇനി നിങ്ങളോട് ബാഹ്യ കോണിൻ്റെ അളവാണ് ചോദിച്ചു വെച്ചാൽ അത് എത്രയായിരിക്കും? 60 ഡിഗ്രി. സിമ്പിൾ ചോദ്യമല്ലേ? സിമ്പിളല്ലേ? 2 ഉത്തരങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ നിങ്ങൾക്കുള്ള 2 ചോദ്യങ്ങളാണ് വർക്ക്. ഒന്ന് 4 വശങ്ങളും ഒന്ന് 10 വശങ്ങളും. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 10നും 100നും ഇടയിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകൾ ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 10നും 100നും ഇടയില എങ്ങനെ ചെയ്യാം? ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ സമാന്തര ശ്രേണിയായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? ഈ 10നെ എന്ത് ചെയ്യുക? 3 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എന്ത് കിട്ടി? 3 9 അല്ലേ? ശിഷ്ടം 1. അപ്പോൾ ഹരണഫലം 3 അത് മാത്രം എടുക്കുക. അതേപോലെ 100നും ഇടയിൽ എന്നല്ലേ ചോദിച്ചാൽ 100ന് എന്ത് ചെയ്യുക? 3 കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടിയേ? 1 3 3. ഇവിടെ 9 വന്നു. ശിഷ്ടം 1. ഈ 0 ഇറക്കി എഴുതി. അപ്പോഴും 3. അപ്പോൾ ഇവിടെയും ശിഷ്ടം 1. ശിഷ്ടം നമ്മൾ നോക്കണ്ട, ഹരണഫലം നോക്കിയാൽ മതി. 33. ഇപ്പോൾ നമുക്ക് 2 ഹരണഫലം കിട്ടി. 100ന് ഹരിച്ചപ്പോഴും 10ന് ഹരിച്ചപ്പോഴും. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ 33ൽ നിന്ന് വലുതിൻ്റെ ഹരണഫലത്തിൽ നിന്ന് എന്ത് ചെയ്യുക? ചെറുതിൻ്റെ ഹരണഫലം കുറച്ചാൽ മതി. 33 - 3 എത്രയാ? 30. അപ്പോൾ എത്ര സംഖ്യകൾ ഉണ്ടായിരിക്കും? 30 സംഖ്യകൾ. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം പറയാം. ഓക്കെ, ഈ ചോദ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നതാണ്. ഇതെങ്ങനെ ചെയ്യാം? 3ാമത്തെ ചോദ്യമാണ്. 100നും 1000നും ഇടയിൽ 9 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 100നെ 9 കൊണ്ട് ഹരിക്കും. അതേപോലെ 1000നെ 9 കൊണ്ട് ഹരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ ഹരണഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കും. അതായിരിക്കും നമ്മുടെ ഉത്തരം. ഓക്കെ ആണല്ലോ? നിങ്ങൾ ചെയ്തു നോക്കുക. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, 4000 രൂപ 10% പലിശ നിരക്കിൽ ഇരട്ടിക്കാൻ എത്ര വർഷം കഴിയണം? ഇത് ശ്രദ്ധിക്കുക. ഇരട്ടിക്കുക, 2 ഇരട്ടിയാവുക. ഇതൊക്കെ പറഞ്ഞാൽ 2 ആണല്ലോ. ആ 2ൻ്റെ കളിയാണല്ലോ. ഇരട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മടങ്ങാവുക. അതൊക്കെ ഒന്നാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇവിടെ 4000 രൂപ 10% പലിശ നിരക്കിൽ ഇരട്ടിക്കാൻ എത്ര വർഷം കഴിയണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4000 രൂപയ്ക്ക് ഇവിടെ പ്രസക്തിയില്ല. നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടൊരു ഇക്വേഷൻ അറിഞ്ഞാൽ മതി. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് n സമം 100/6. എൻ്റെ എന്താ? നമ്പർ ഓഫ് ഇയേഴ്സ്, വർഷങ്ങളുടെ എണ്ണം. 6 എന്താ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതെന്താ? പലിശ നിരക്ക്. ഈ സാധനം പഠിച്ചാൽ നമുക്ക് ഉത്തരമായി. n = 100/6. ഇത് ചെയ്തു നോക്കാം. ഇരട്ടിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് 100 വരുന്നത് കേട്ടോ. n = 100/6. അപ്പോൾ 100/10 എത്ര ഉത്തരം? 10 വർഷം. 10 വർഷം. ഉത്തരം 10 വർഷം. 10 വർഷം കൊണ്ട് 10% പലിശ നിരക്കിൽ എന്ത് ചെയ്യും? 4000 രൂപ ഇരട്ടിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ഇക്വേഷനിൽ ഉണ്ടാവുന്ന ഈ ഇക്വേഷനിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ n = 100/6 എന്ന് പറഞ്ഞാൽ വർഷം സമം 100/6 എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 100/n എന്നും എഴുതാം. 6 = 100/n എന്നും എഴുതാം. പറ്റില്ലേ? കാരണം ഇത് ഇങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് വന്നാലും ഒന്നും എന്താ ഒരു പ്രശ്നമില്ല. ഇക്വേഷൻ മാറില്ല. സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഗുണനം ഹരണമാവും, ഹരണം ഗുണനാവും. അതൊക്കെ നിങ്ങൾക്ക് അറിയണേണ്. അപ്പോൾ ആ 2 ഇക്വേഷൻ, ഒരു ഇക്വേഷൻ കിട്ടിയാൽ തന്നെ 2 ഇക്വേഷൻ ആക്കാൻ നിങ്ങൾ പഠിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കണം, ഇത് ഇരട്ടിയാവാനാണ് 100. ഇരട്ടിയാവാൻ 2 ഇരട്ടിയാവാൻ എന്താണ്? 100/6 അല്ലേ? അപ്പം 3 ഇരട്ടിയാണെങ്കിലോ? 3 ഇരട്ടിയാണെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ? ഇവിടെ 3 അല്ലേ? അപ്പോൾ അതിന് 1 കുറയ്ക്കുക. 200/6. അപ്പം 4 ഇരട്ടിയാണെങ്കിലോ എന്തായിരിക്കും ചെയ്യുക? 300/6. ഇനിയിപ്പോൾ 5 ഇരട്ടിയാണെങ്കിലോ? 5 ഇരട്ടിയാണെങ്കിൽ എന്താവും? 400/6. അപ്പോൾ ഇനി 10 ഇരട്ടിയാണെങ്കിലോ? 10 ഇരട്ടിയാണെങ്കിലോ എന്ത് ചെയ്യും? 900/6. ആ കാര്യം കൂടി, ഇക്വേഷൻ്റെ ആ കാര്യം കൂടി നിങ്ങളൊന്ന് ഓർമ്മയിൽ വയ്ക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. 14000 രൂപ 20% പലിശ നിരക്കിൽ ഇരട്ടിക്കാൻ എത്ര വർഷം കഴിയണം? എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻ എന്താ? n ആണ് എന്ത്? വർഷങ്ങളുടെ എണ്ണം സമം ഇരട്ടിക്കാനാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 100/6 ചെയ്താൽ മതി. എന്നിൻ്റെ വില കണ്ടുപിടിക്കണം. 6 എത്ര? 20%. ഉത്തരം നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അടുത്ത ചോദ്യം നോക്ക്. 10000 രൂപ 10 വർഷത്തിൽ ഇരട്ടിയാവുമെങ്കിൽ
പലിശ നിരക്ക് എത്ര? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? n = 100/6 എന്നുള്ള ഇക്വേഷൻ ചെയ്യണോ അതോ എന്താ ചെയ്യുക? ഈ 6 ഇങ്ങോട്ട് വരും അല്ലേ? അപ്പോൾ 6 = 100/n. ആ ഇക്വേഷൻ ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലേ? ഇക്വേഷൻ അങ്ങനെ മാറ്റി എഴുതിക്കൂടെ? ഇത് ഇങ്ങോട്ട് പോയാൽ ആ ഇക്വേഷൻ 6 n ഇങ്ങോട്ടും വരും, അത്രേ ഉള്ളൂ. ആ ഇക്വേഷനൊക്കെ അങ്ങനെ എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ 6 = 100/n എന്നുള്ള ഇക്വേഷൻ അവിടെ അപ്ലൈ ചെയ്താൽ മതി. മനസ്സിലായല്ലോ? ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ചോദ്യം ആയതുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാത്തത് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. 500 രൂപയുടെ ഹെഡ്സെറ്റ് 15% വില കൂട്ടിയ ശേഷം 15% വില കുറയ്ക്കുന്നുവെങ്കിൽ ലാഭമോ നഷ്ടമോ എത്ര രൂപ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ നോക്കാം. 15% വില കൂട്ടി 15% വില കുറച്ചു. തുല്യ ശതമാനം വില കൂട്ടുകയും ശേഷം വില കുറയ്ക്കുകയും ചെയ്യുമ്പോൾ, തുല്യ ശതമാനം വില കൂട്ടി പിന്നീട് അത് വില കുറയ്ക്കുക ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും അവിടെ ഉണ്ടാവുന്നത്, അതായത് A% വില കൂട്ടി അതിനുശേഷം A% തന്നെ വില കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അവിടെ ഉണ്ടാവുന്നത് A²/100% നഷ്ടം ആയിരിക്കും. എന്താ പറയണത്? A% വില കൂട്ടി A% തന്നെ വില കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അപ്പോൾ മൊത്തത്തിൽ ഉണ്ടാവുന്നത് എന്താണ്? A²/100% നഷ്ടമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ 15% തന്നിട്ടുള്ളത്. അപ്പോൾ എയുടെ വില 15. 15²/100. 15ൻ്റെ സ്ക്വയർ എത്രയാണ് നമുക്കറിയാം? 225/100. വെട്ടി ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു സംഖ്യേനെ 100 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? 225 ആ സംഖ്യ അതുപോലെ എഴുതി. ഇനി അവിടെ 2 പൂജ്യങ്ങളാണുള്ളത്. അപ്പോൾ 2 സ്ഥാനം 1 2 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതിയാകും. 2.25%. എന്താ അവിടെ ഉള്ളത്? നഷ്ടമാണ് ഉള്ളത്. എന്താ ഉള്ളത്? നഷ്ടമാണ് ഉള്ളത്. പക്ഷേ ചോദ്യം കഴിഞ്ഞിട്ടില്ല. എത്ര രൂപ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2.25% നഷ്ടമാണ്. അത് എത്ര രൂപയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം എന്താ ചെയ്യണ്ടേ? എന്താ ഇനി ചെയ്യണ്ടേ? 500ൻ്റെ 2.25% കണ്ടാൽ മതി. അതെത്ര? 500 × 2.25/100 ചെയ്താൽ മതി അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഈ 2 പൂജ്യവും ഈ 2 പൂജ്യം പോയി. 5 × 2.25 എന്നുള്ള രീതിയിലായിട്ട് ചോദ്യം മാറി. ചോദ്യം എന്തായി? 5 × 2.25. എന്താ ചെയ്യുക? 5.25 പകരം ഞാൻ എന്ത് ചെയ്യും? 525നെ 5 കൊണ്ട് ഗുണിക്കുന്നു. എന്ത് ചെയ്തു? 2.25 പകരം ഞാൻ 225നെ 5 കൊണ്ട് ഗുണിക്കുന്നു. ആ പോയിന്റ് ഞാൻ അവിടെ ഇട്ടിട്ടില്ല. ഓക്കെ ആണല്ലോ? ചെയ്തിട്ട് കാട്ടിത്തരാം കേട്ടോ. ഇത് ചെയ്താൽ എന്താ കിട്ടുക നിങ്ങൾക്ക് അറിയാം. എന്നാലും ഞാൻ ചെയ്യാം. 5 × 25. ഇനി എന്താ? 2 ഇവിടെ വന്നു. ഈ 5 10. ഒരു 2 എഴുതി ഇവിടെ 1 കൊടുത്തു. ഇനി എന്ത് ചെയ്യും? ഈ 5 10. അപ്പോൾ 1 11 1125 എന്ന് കിട്ടി. എന്തിനെ ഗുണിച്ചപ്പോൾ? ആ 225നെ 5 കൊണ്ട് ഗുണിച്ചപ്പോൾ ഞാൻ അതിന് അതേപോലെ എഴുതി 1125 എന്ന് എഴുതി. പക്ഷേ 1125 രൂപ നഷ്ടം എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഗുണിക്കേണ്ടത് 2.25നെയാണ് അല്ലേ? പക്ഷേ ഗുണിച്ചത് 225നെയാണ്. ഒരു ദശാംശ സംഖ്യയെ ഒരു സാധാ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? ദശാംശം മാറ്റി വെച്ചിട്ട് അങ്ങ് ഗുണിക്കുക. ആദ്യം ദശാംശം മാറ്റി വെച്ചിട്ട് ഗുണിക്കുക. അതിനുശേഷം ആ ദശാംശ സ്ഥാനങ്ങൾ ഉത്തരത്തിൽ കൊടുത്താൽ മതിയാകും. ഇവിടെ എത്ര ദശാംശ സ്ഥാനം മാറിയിട്ടാ? 1 2. ആ 2 സ്ഥാനങ്ങൾ 1 2 സ്ഥാനങ്ങൾ മാറ്റിയിട്ട് പോയിന്റ് ഇട്ടാൽ മതിയാകും. ഉത്തരം 11.25 രൂപ. 11.25 രൂപ. ചെയ്തത് മനസ്സിലായല്ലോ? എന്താ ചെയ്തത്? ഒരു തവണ കൂടി ഞാൻ പറയുകയാണ്. ഇനി ഗുണിക്കുന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറയാം. എങ്ങനെ ചെയ്യുന്നേ? തുല്യ ശതമാനം കൂട്ടി അതേ ശതമാനം തന്നെ, അതായത് A% കൂട്ടി A% കുറച്ചാൽ അവിടെ എല്ലായ്പ്പോഴും A²/100% നഷ്ടമായിരിക്കും. ഇവിടുത്തെ കേസിൽ 15² നഷ്ടമായിരിക്കും. 15ൻ്റെ സ്ക്വയർ 225 ഡിവൈഡഡ് ബൈ 100. 225നെ 100 കൊണ്ട് ഹരിച്ചാൽ 2.25% നഷ്ടം. 2.25%
നഷ്ടം. എല്ലായ്പ്പോഴും ഇവിടെ നഷ്ടമാണ് സംഭവിക്കുന്നത്. ഇനി എന്ത് ചെയ്യും? ഈ 2.25% എത്രയെന്ന് കണ്ടുപിടിച്ചാൽ മതി. 500 ഗുണിക്കണം 2.25 ഡിവൈഡഡ് ബൈ 100 ചെയ്യുന്നു. ഈ ബൈ 100 എങ്ങനെയാണ് വന്നേ? ശതമാനത്തിലേക്കാക്കി. 2.25% എന്ന് പറഞ്ഞാൽ 2.25/100 എന്നാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നു? ഈ 2 പൂജ്യവും വെട്ടിപ്പോയി, 2 പൂജ്യവും വെട്ടിപ്പോയി. ഇനി അവിടെ ഉള്ളത് 5 × 2.25 എന്ത് ചെയ്തു? 225-നെ 5 കൊണ്ട് ഗുണിച്ചു, 1125. ഇനി പോയിന്റ് 2 സ്ഥാനം ഇവിടെ ഉണ്ട്. ഗുണനത്തിൽ 2 സ്ഥാനം മാറ്റിയിട്ടാണ് ദശാംശം ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ 1 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു. 11.25 രൂപ ഉത്തരം. അതെന്താണ്? ലാഭമാണോ നഷ്ടമാണോ? നഷ്ടം. 11.25 രൂപ നഷ്ടം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ 2.25 ഈ 15 വരുന്നുണ്ടെങ്കിൽ 2.25 നഷ്ടമാണ്. ഓൾറെഡി ഓർത്ത് വെച്ചോ, ചെയ്യാനൊന്നും നിൽക്കണ്ട കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. ഇത് 1000 രൂപയുടെ സൈക്കിൾ 10% വില കൂട്ടിയ ശേഷം 10% വില കുറയ്ക്കുന്നെങ്കിൽ ലാഭമോ നഷ്ടമോ എത്ര രൂപ? ഇത് നിങ്ങൾ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാം. നേരത്തെ ചോദ്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നല്ലൊരു ചോദ്യമാണ്. +2 ലെവലിൽ ചോദിച്ച ചോദ്യമാണ്. 6/11 ഗുണിക്കണം 6/11 മൈനസ് 5/11 ഗുണിക്കണം 5/11 ഡിവൈഡഡ് ബൈ 6/11 കുറയ്ക്കണം 5/11. നിങ്ങളിവിടെ നോക്കിക്കേ, എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? ഇവിടെ തന്നിട്ടുള്ളത് a² - b² ഡിവൈഡഡ് ബൈ a - b എന്ന് പറഞ്ഞ ഫോർമാറ്റാ അല്ലേ? അതല്ലേ ഇവിടെ തന്നത് നോക്ക്. ഇവിടെ 6/11 ഞാൻ a എന്ന് എടുക്കുകയാണെങ്കിൽ a × a², 5/11 ഞാൻ b എടുക്കുകയാണെന്നുണ്ടെങ്കിൽ b × b² താഴെതാക്കുന്ന a - b. ഒരു ചോദ്യം കാണുമ്പോൾ ഈ ഫോർമാറ്റിലാണ് എന്ന് മനസ്സിലാക്കുകയാണ് നമ്മൾ ആദ്യം വേണ്ടത്. അങ്ങനെ ആണെങ്കിലേ നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഇത് നേരെ ഗുണിച്ചിരുന്ന് സമയം പോവും. ഇത് 6 × 6 36, 36/121. ഇവിടെ അതേപോലെ 5 25, 25/121. എന്നിട്ട് അതൊന്ന് കുറയ്ക്കുന്നു. എന്നിട്ട് ഇവിടെ താഴെ അതേപോലെ 6/5 11/1 കുറയ്ക്കുന്നു. ഇങ്ങനെ സമയം കളയേണ്ട ആവശ്യമില്ല ഈ ചോദ്യത്തിന് ഇങ്ങനെ സമയം കളയേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? a² - b² ഡിവൈഡഡ് ബൈ a - b എന്ന് പറഞ്ഞാൽ എന്താ a+b ആണ്. a² - b² ഡിവൈഡഡ് ബൈ a - b എന്ന് പറഞ്ഞാൽ എന്താ? a+b ആണ്. അല്ല എങ്കിൽ നിങ്ങൾക്കറിയുന്നൊരു സാധനം ഉണ്ടല്ലോ, a² - b² എന്താ? a+b × a - b ആണ്. ഈ a - b ഇവിടേക്ക് വന്നതാണ് a² - b² ഡിവൈഡഡ് ബൈ a - b. അപ്പോൾ ബാക്കി ആരുണ്ട്? a+b. ഇതൊരു ഇക്വേഷനാണ്. പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെ ഇതിൽ നിന്ന് ഇതാക്കാൻ അറിയില്ല എങ്കിൽ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് പഠിച്ചേ പറ്റൂ കേട്ടോ. a² - b² ഡിവൈഡഡ് ബൈ a - b എന്ന് പറഞ്ഞാൽ എന്താ? a+b ആണ്. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ, ഫസ്റ്റത്തെ ഇക്വേഷൻ അറിഞ്ഞാൽ മതിയാകും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? a+b കണ്ടാൽ മതി. a ആരാ? 6/11, b ആരാ? 5/11. എന്ത് ചെയ്യും? 6/11 കൂട്ടണം 5/11. നിങ്ങൾക്കറിയാം എന്താണ് ഇവിടെ പ്രത്യേകത? ഛേദങ്ങൾ തുല്യമാണ് എങ്കിൽ എന്ത് ചെയ്യുക? കൂട്ടാൻ വേണ്ടിയിട്ട് ഭിന്നസംഖ്യകൾ കൂട്ടാൻ എന്ത് ചെയ്യുക? ഛേദം എന്ന് പറഞ്ഞാൽ താഴെയുള്ളത് എന്ത് ചെയ്യുക? നേരെ അതെടുത്ത് എഴുതുക. 11 അതേപോലെ എഴുതുക. മേലെ അതേപോലെ കൂട്ടുക. 6ഉം 5ഉം കൂട്ടിയാൽ എത്രയാ? 11. 11/11 വെട്ടിപ്പോയാൽ 1. നമ്മുടെ ഉത്തരം 1ആണ്. ഇനി ഇവിടെ ഞാൻ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ട് കൂടി പറയാം. ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി ഇതിവിടെ ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തി ഞാൻ പറയാം. ഇവിടെ a+b ആയിരുന്നെങ്കിൽ അപ്പോൾ ചോദ്യം ഇവിടെ എന്താവും? പ്ലസ് ആവും. ഇവിടെ എന്താവും? മൈനസ് ആവും. നമ്മുടെ ഉത്തരം എന്തായിരിക്കും? 6/11 മൈനസ് 5/11 എന്നായിട്ട് മാറും. അത്രമാത്രം വ്യത്യാസം. ഭിന്നസംഖ്യകൾ കുറയ്ക്കുമ്പോൾ ഇവിടെ ഛേദം തുല്യമാണെങ്കിൽ എന്ത് ചെയ്യുക? ഛേദം അതേപോലെ എടുത്തെഴുതുക. മേലെ എന്ത് ചെയ്യുക? 6ന്ന് 5 കുറയ്ക്കുക. എത്ര? 1/11 ആയതിനെ ഉത്തരം. സംഭവം മനസ്സിലായല്ലോ? 2 ചോദ്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. 2 ചോദ്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഓർത്തിരിക്കുക. ഇതിൻ്റെ അടുത്തൊരു ചോദ്യം ഇതിൻ്റെ സ്റ്റേജ് 2 തന്നെ ചോദിച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് നോക്കി നോക്കാം.
ഇതാക്കുന്ന സ്റ്റേജ് 2-ൽ ചോദിച്ച ചോദ്യം സെയിം ചോദ്യം തന്നെ അല്ലേ, സെയിം ചോദ്യം തന്നെ, വില മാത്രം ഒന്ന് മാറ്റി, ഉത്തരം കിട്ടാൻ പോണതോ സെയിം ഉത്തരം തന്നെ അല്ലേ. ഒന്ന് നോക്കി നോക്കൂ. 5/9 ഗുണിക്കണം 5/9 എന്താ എ സ്ക്വയർ, മൈനസ് 4/9 ഗുണിക്കണം 4/9 എന്താ ബി സ്ക്വയർ, ഡിവൈഡഡ് ബൈ എ മൈനസ് ബി. എന്തായിരിക്കും ഉത്തരം? എ പ്ലസ് ബി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ഈക്വൽ ടു എ പ്ലസ് ബി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ഈക്വൽ ടു എ പ്ലസ് ബി. അറിയാലോ. അല്ലെങ്കിൽ എന്തറിഞ്ഞിരിക്കണം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് എന്നറിഞ്ഞിരിക്കണം. അതിനുശേഷം ഇക്വേഷൻ ഉണ്ടാക്കാനും പഠിച്ചിരിക്കണം. ഈ ഒരൊറ്റ ഇക്വേഷൻ കിട്ടിയാൽ അതൊന്ന് എങ്ങനെ ഉണ്ടാക്കാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഈക്വൽ ടു എ മൈനസ് ബി. ഈ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ഈക്വൽ ടു എ പ്ലസ് ബി. ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഉണ്ടാക്കാം. ഈ ഇക്വേഷൻസ് മാത്രമേ ഇതിന്ന് ആവശ്യമായിട്ട് വരാറുള്ളൂ. ഓക്കെ ആണല്ലോ? പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഉത്തരം എ പ്ലസ് ബി ആയിരിക്കും. എന്താണ് എ, എന്താണ് ബി? 5/9 ആണ് എ, പ്ലസ് 4/9 ആണ് ബി. ഛേദങ്ങൾ തുല്യമാണ് എങ്കിൽ കൂട്ടാൻ എന്ത് ചെയ്താൽ മതി? അതേ ഛേദം അതുപോലെ എഴുതി മേലെ നേരെ കൂട്ടിയാൽ മതി. 5ഉം 4ഉം 9, 9/9 1 നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. സ്റ്റേജ് 1-ലും 2-ലും ചോദിച്ചു, രണ്ടിൻ്റെ ഉത്തരം ഒന്ന് തന്നെ, ഒരേ ചോദ്യം. അടുത്ത ഇതിലേക്ക് പോവാം. ഈ ചോദ്യം എങ്ങനെ ചെയ്യാൻ നോക്കാം. നീലയും പച്ചയും ചായങ്ങൾ 3:5 എന്ന അംശബന്ധത്തിൽ കലർത്തി പുതിയ നിറമുണ്ടാക്കി. നീലയേക്കാൾ 12 ലിറ്റർ കൂടുതലാണ് പച്ച എങ്കിൽ എത്ര ലിറ്റർ നീല ചായമാണ് എടുത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ ചെയ്യാം നോക്കി നോക്കാം. നോക്ക്, നീല പച്ച ഇങ്ങനെയാണല്ലോ പറഞ്ഞത്. അത് എത്ര റേഷ്യോ പറയണേ? 3:5. അതായത് നീല 3 ഭാഗം എടുത്തു, പച്ച 5 ഭാഗം എടുത്തു. അതല്ലേ ഇതുകൊണ്ട് അർത്ഥാക്കണത്? ഓക്കെ ആണല്ലോ. 3:5 എന്ന് പറഞ്ഞാൽ നീല 3 ഭാഗം എടുത്തപ്പോൾ പച്ച എത്ര ഭാഗം എടുത്തു? 5 ഭാഗം എടുത്തു. ഇനിയിപ്പോൾ നിങ്ങളോട് മൊത്തത്തിൽ എത്ര ഭാഗം എടുത്തു ചോദിച്ചാൽ ഞങ്ങൾ എന്ത് പറയും? 3ഉം 5ഉം കൂട്ടിയിട്ട് 8 ആണെന്ന് പറയും. പറയുമല്ലോ. റേഷ്യോ വെച്ചിട്ട് അറിയാലോ, അത് പറയാനറിയാലോ. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താ? നീലയേക്കാൾ 12 ലിറ്റർ കൂടുതലാണ് പച്ച. നീലയേക്കാൾ 12 ലിറ്റർ കൂടുതലാണ് പച്ച എന്നാ പറഞ്ഞത്. നീലേനേക്കാൾ 12 ലിറ്റർ കൂടുതലാണ് പച്ച എന്ന്. ഈ നീലേനേക്കാൾ പച്ച എത്ര ഭാഗം കൂടുതലാണ്? 3ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. എത്രയാ? 2. ഈ വ്യത്യാസമാണ് എന്ത്? 12 ലിറ്റർ എന്ന് പറയുന്നത്. നീലേനേക്കാൾ 12 ലിറ്റർ കൂടുതലാണ് പച്ച എന്ന് പറഞ്ഞാൽ ഈ നീലയും പച്ചയും തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. എത്ര? 3ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം 2 ഭാഗം. അതാണ് എന്ത്? 12 ലിറ്റർ. ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ സിമ്പിൾ ആക്കിയിട്ട് നോക്കാൻ പോവാം. നമുക്ക് എന്താ വേണ്ടത്? നീല ചായം എത്ര ലിറ്റർ എടുത്തു? നീല എത്രയാ? 3 ഭാഗം. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 3 ഭാഗം എത്രയാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? 3 ഭാഗം എത്ര? ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിപാടി അറിയാം. എന്താ ചെയ്യേണ്ടത്? ക്രോസ് ഗുണിക്കുന്നു. 3 × 12 ഡിവൈഡഡ് ബൈ 2 × ആളില്ല, ആ ആളെയാണ് കണ്ടുപിടിക്കേണ്ടത്. 2 ചെയ്താൽ 2ഉം 12ഉം വെട്ടിപ്പോയി 6. 3 × 6 18 ലിറ്റർ. നീല എത്രയാണ് അപ്പോൾ? 18 ലിറ്റർ. ഇനിയിപ്പോൾ നിങ്ങളോട് പച്ച എത്ര ലിറ്ററാണെന്നാണ് ചോദിച്ചു വെച്ചാൽ എന്താ ചെയ്യുക? 2 എന്താണ് ഭാഗമാണ് 12 ലിറ്റർ. പച്ച എത്ര? 5 അല്ലേ? 5 എത്രയാണെന്നാണ് ചോദിച്ചത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെന്താ ചെയ്യുക? പറയൂ. 5 × 12, 2ന് ഗുണിക്കാൻ ആളില്ല അല്ലേ? 5 × 12 ഡിവൈഡഡ് ബൈ 2. ഈ 2ഉം ഈ 12ഉം വെട്ടി 6. 6 5 30. നോക്ക്, കറക്റ്റ് അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. അനു കൃഷി ആവശ്യത്തിനായി എന്നാണ് എഴുതിയൊരു മിസ്റ്റേക്കാണ്. 15,000 രൂപ ബാങ്കിൽ നിന്നും വായ്പ എടുത്ത് ബാങ്ക് 8% പലിശ നിരക്കാണ് കണക്കാക്കുന്നത് എങ്കിൽ 6 മാസം കഴിയുമ്പോൾ പലിശ എത്ര രൂപയാകും? ഇവിടെ പലിശ എന്താണ് എന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ എന്താ എടുക്കുക? നമ്മൾ സാധാരണ പലിശയാണ് എന്നാണ് എടുക്കുക അല്ലേ? ഒന്നും തന്നില്ലെങ്കിൽ നമ്മൾ എന്തെടുക്കും? സാധാരണ പലിശയായിട്ട് എടുക്കും. സാധാരണ പലിശ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? I = എന്താണ്? PNR/100.
സാധാരണ പലിശ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഇൻട്രസ്റ്റ് പലിശ സമം എത്രയാ? PNR/100. പി എന്താ? മുടക്കുമുതൽ. എൻ എന്താ? വർഷം. ആർ എന്താ? പലിശ നിരക്ക്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ? അപ്പോൾ നോക്കിക്കേ, പി എന്താ ഇവിടെ തന്നേക്കുന്നത്? 15,000. പി എത്രയാ? 15,000 ഗുണിക്കണം എൻ എത്രയാ? വർഷം എത്ര? ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. വർഷം എടുക്കുമ്പോൾ ഇപ്പം നമ്മളോട് 6 മാസം കഴിയുമ്പോൾ എന്നാണ് പറഞ്ഞത്. വർഷത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ എപ്പോഴും നോക്കണം. ഞാനൊരു ചോദ്യം നിങ്ങൾക്ക് തരുമ്പോൾ അത് വർഷത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കണം. n വർഷമാണ്, അത് അതേപോലെ എടുക്കണം. ഇപ്പം നിങ്ങളോട് ഇപ്പം ഇവിടുത്തെ കേസിൽ 6 മാസം എന്ന് പറയുമ്പോൾ 6 മാസത്തിനെ വർഷമാക്കാൻ എന്ത് ചെയ്യണം? 6നെ 12 മാസങ്ങളല്ലേ മൊത്തം, ആ 12 കൊണ്ട് ഹരിച്ചാൽ മതിയാകും. 6നെ 12 കൊണ്ട് ഹരിച്ചാൽ മതിയാകും. 15,000 ഗുണിക്കണം 6/12 ഗുണിക്കണം 6 എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാ? 8%. P × N × 6 ഡിവൈഡഡ് ബൈ 100. മനസ്സിലായല്ലോ? ഇവിടെ ഞാൻ എഴുതിയ ഈ എന്താണ്? വർഷം. ഇവിടെ 6 മാസം ആയതുകൊണ്ട് 6/12 എന്ന് എഴുതി. 3 മാസമാണെങ്കിലോ 3/12 എന്ന് എഴുതിയേനെ. ഇനി 10 മാസമാണെങ്കിൽ 10/12 എന്ന് എഴുതിയേനെ. ഇനി നിങ്ങളോട് 30 ദിവസമാണ് എങ്കിൽ എന്ത് എഴുതിയേനെ? 30 ദിവസത്തെ വർഷമാക്കാൻ എന്ത് ചെയ്യണം? 365 കൊണ്ട് ഹരിച്ചേനെ. ഓക്കെ ആണല്ലോ? ഇതാണ് പരിപാടി കേട്ടോ, അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇനി ഇതെന്ത് ചെയ്യാം? വെട്ടി ചെറുതാക്കാം അല്ലേ? 6ഉം 12ഉം 1/2 ഇനി എന്ത് ചെയ്യുക? ഈ 2ഉം 8ഉം വെട്ടി 4. അപ്പം എങ്ങനെയായത്? 15,000 ഗുണിക്കണം 4/100 എന്നായിട്ട് മാറി. ഈ 2 പൂജ്യവും പോയി. അപ്പോൾ 150 × 4. 15ൻ്റെ ഇരട്ടി 30, 30ൻ്റെ ഇരട്ടി 60, 60 1 0. 600 രൂപയാണ് എന്ത്? പലിശ. എത്ര രൂപയാണ് പലിശ? 600 റുപ്യയാണ് എന്ത്? 15,000 റുപ്യക്ക് 8% പലിശ നിരക്കിൽ 6 മാസം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ലഭിക്കുക. ഓക്കെ ആണല്ലോ? അതിൻ്റെ ഇത് സ്റ്റേജ് 2-ലുള്ള ചോദ്യമാണ്. ചോദ്യം നോക്ക്. മനു ബിസിനസ് ആവശ്യത്തിനായി 40,000 രൂപ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു. സെയിം 8% പലിശ നിരക്കാണ് പറയണേ അല്ലേ? 6 എത്രയാണ്? 8%. പി എത്രയാണ്? 40,000. എന്താണ് എങ്കിൽ 6 മാസം കഴിയുമ്പോൾ എത്ര? 6 മാസമാണ് കേട്ടോ. കഴിയുമ്പോൾ കടം വീട്ടാൻ എത്ര രൂപ തിരിച്ചടയ്ക്കണം എന്നാണ് ഇവിടെ ചോദിച്ചത് എത്ര രൂപ തിരിച്ചടയ്ക്കണം എന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? പലിശ നമ്മൾ കാണും. പലിശ കാണാനുള്ള ഇക്വേഷൻ എന്താ? PNR ഡിവൈഡഡ് ബൈ 100. പി എത്രയാ? 40,000. പി 40,000. എൻ എത്രയാ? 6 മാസമാണ്. അപ്പോൾ 6/12 ഗുണിക്കണം. ഇനിയോ 8%. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8 ഡിവൈഡഡ് ബൈ 100 വെട്ടിയാൽ എന്താ? നേരത്തെ സെയിം വെട്ടാൻ അല്ലേ? 2 ഇത് വെട്ടിയാൽ 4. ഇനി എന്ത് ചെയ്യും? ഈ 2 പൂജ്യവും പോയി. 400 × 4, 400 × 4. 400ൻ്റെ ഇരട്ടി എത്രയാ? അല്ലെങ്കിൽ ഗുണിക്കുക. 4 4 16, 1,600 രൂപ. 1,600 രൂപ. ഇതെന്താണ്? ഇത് ഇൻട്രസ്റ്റ് ആണ്. ചോദ്യം 6 മാസം കഴിയുമ്പോൾ കടം വീട്ടാൻ എത്ര രൂപ തിരിച്ചടയ്ക്കണം എന്നാ? 40,000 1,600 പലിശയെ കൂട്ടി 600 രൂപയാണ്. 41,600 രൂപയാണ് എന്ത് ചെയ്യേണ്ടത്? തിരിച്ച് മൊത്തത്തിൽ അടയ്ക്കേണ്ടത്. കടം വീട്ടാൻ എത്ര അടയ്ക്കണം? അപ്പോൾ നമ്മുടെ മുതലും പലിശയും ചേർത്ത് അടയ്ക്കണം. അപ്പോൾ അത് മാത്രം ഒന്ന് നോക്കുക. ഫസ്റ്റ് ഓപ്ഷൻ ചിലപ്പോൾ 1,600 ആണ് എന്ന് കരുതി അതടിച്ചാൽ നമ്മൾ ചെയ്തതൊക്കെ ശരി, പക്ഷെ മാർക്ക് അങ്ങ് പോവും. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്താണ്? ലാഭവും നഷ്ടത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണല്ലേ. ഈ ശതമാനമൊക്കെ വരുമ്പോൾ അതെങ്ങനെ വേണേലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. കുറേ മെത്തേഡ് ഉണ്ട്, കുറേ ഐഡിയകളുണ്ട്. എങ്ങനെ വേണേലും ശതമാനം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതിലൊരു ചെറിയ രീതിയാണ് പറയുന്നത്. പക്ഷേ ഇച്ചിരി ടഫാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 8% കണ്ടിട്ട് അത് ഈ 3,200 കുറച്ചിട്ടുള്ള രീതി
ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ചോദ്യം നോക്ക്. ദിലീപ് ഒരാടിനെ 3200 രൂപയ്ക്ക് വാങ്ങി, അതിന് വിറ്റപ്പോൾ 8% നഷ്ടം വന്നു എങ്കിൽ വിറ്റ വില എത്ര? ചോദ്യത്തിൽ എന്ത് തന്നിട്ടുണ്ട്? 3200 രൂപയ്ക്കാണ് വാങ്ങിയത്, അതിന് വിറ്റപ്പോൾ 8% നഷ്ടം വന്നു, വിറ്റ വില എത്ര? ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 3200ൻ്റെ 8% എത്രയാണെന്ന് കാണാം. അതാണല്ലോ നഷ്ടം വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക? ആ 3200-ന്ന് ആ 8% കണ്ടുപിടിക്കില്ലേ, അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? വിറ്റ വില എത്രയാണെന്ന് കിട്ടും കേട്ടോ. അങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. അല്ല എങ്കിൽ എന്ത് ചെയ്യാം? 3200 രൂപയ്ക്ക് വാങ്ങി. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നുണ്ട്, വാങ്ങിയ വില എപ്പോഴും എന്തായിട്ട് എടുക്കണം? 100% എടുക്കണം. വാങ്ങിയ വില എപ്പോഴും 100% എടുക്കണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്. അതായത് 100% എന്ന് പറയുന്നതാണ് എന്ത്? 3200. 100% എന്ന് പറയുന്നതാണ് എന്ത്? 3200. അതിനെ വിറ്റപ്പോൾ 8% നഷ്ടം വന്നു എന്ന് പറഞ്ഞാൽ വിറ്റ വില എത്ര ശതമാനമായിരിക്കും? വിറ്റ വില എത്ര ശതമാനമായിരിക്കും? വാങ്ങിയത് 100%-നാണ്. അപ്പോൾ വിറ്റത് 8% നഷ്ടം എന്ന് പറയുമ്പോൾ 100%-ൽ നിന്ന് നഷ്ടമാകുമ്പോൾ കുറയ്ക്കുക വേണ്ടേ? അറിയാലോ, 92%. 92% എന്ന് പറയുന്നത് എത്രയാണ് എന്ന് കണ്ടുപിടിച്ചാൽ ഉത്തരമായി. ഈ ഇത്രയും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാറുള്ളത്? അതന്നെ ഇവിടെ ചെയ്യുക. എന്ത് ചെയ്യുക? ക്രോസ് ഗുണിക്കുന്നു. 3200 ഗുണിക്കണം 92 ഡിവൈഡഡ് ബൈ 100 ഗുണിക്കണം ഇവിടുത്തെ ആളെയാണ് കാണേണ്ടത്. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 100. 2 0 പോയി. 92 ഇൻറ്റു 32 ചെയ്താൽ ഉത്തരമായി. ഉത്തരം എത്രയാ? 2 4 29 18. കറക്റ്റല്ലേ? 3 2 6 3 9 27. 4 ഇവിടെ എത്ര കിട്ടുക? 4 ശിഷ്ടം 1. അപ്പോൾ എത്രയാ? 9 2 2944 രൂപ. വിറ്റ വില 2944 രൂപ. ഇങ്ങനെ ചെയ്യാം. ഇനി ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കുക കേട്ടോ. ഈ ശതമാനത്തിലൊക്കെ കണക്ക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന രീതി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണ്, 3200 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി, വിറ്റപ്പോൾ 8% നഷ്ടം വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം നഷ്ടം എത്രയാണ് നോക്കുകയാണ്. 3200-ൻ്റെ 8% എത്രയാണ് നോക്കുക. അത് കാണാൻ എന്ത് ചെയ്താൽ മതി? 3200 ഇൻറ്റു 8/100 ചെയ്താൽ മതി അല്ലേ? ഈ 2 0 പോയി, 2 0 പോയി. 32 ഗുണിക്കണം 8. 32 ഗുണിക്കണം 8 എത്രയാണ്? 256 അല്ലേ? 256 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് നഷ്ടം എത്രയാണ്? 256 രൂപയാണ്. ഇനി എന്ത് ചെയ്താൽ മതി? അപ്പോൾ ഈ വാങ്ങിയ വിലയിൽ നിന്ന് ഈ നഷ്ടം കുറച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്യാം? 3200 കുറയ്ക്കണം 256 ചെയ്താൽ മതി നമ്മുടെ ഉത്തരം കിട്ടാനേ. അപ്പോൾ എന്ത് ചെയ്യാം? 3200-ന്ന് 256 കുറയ്ക്കുക. 3200-ന്ന് 200 പോയാൽ 3000. പിന്നെ അവിടെ നിന്ന് എത്ര കുറയ്ക്കണം? ഒരു 56 കൂടിയും കുറയ്ക്കണം. അപ്പോൾ 3000-ന്ന് എത്ര? 56 പോയാൽ എത്ര വരിക? 2944 രൂപ. 2944 രൂപ. അത്രയേ ഉള്ളൂ ഈ പരിപാടി കേട്ടോ. അങ്ങനെ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും. അപ്പോൾ കണക്ക് എന്ന് പറയുന്നത് അങ്ങനെയാണ്. നിങ്ങൾ കൂടുതൽ ചെയ്യും തോറും നിങ്ങൾക്ക് കൂടുതൽ മെത്തേഡ്സ് വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഫോളോ ചെയ്യാം. 2-3 മെത്തേഡിലൊക്കെ ചെയ്യാൻ പറ്റും. ചില ചോദ്യങ്ങൾ മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് PSC പരീക്ഷ എഴുതുന്ന സമയമായതുകൊണ്ട് ഒരൊറ്റ മെത്തേഡേ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് പറയും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും പ്രോബ്ലംസൊക്കെ ചെയ്ത് നോക്കുക, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.